നല്ല വിളിച്ചാൽ വിളിയേക്കുന്ന അമ്പലമാണ്. ഇഷ്ടംപോലെ അന്യനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ജനങ്ങൾ വരണതാണ്. കണ്ടപ്പോൾ ഒരു വിഷമം. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാളുകൊണ്ട് നമ്മൾ ഈ അമ്പലത്തിൽ വരണതാണ്. വാഴാതെ കിടന്ന ഭൂമി അളച്ചവൻ ദൂരാടുന്ന സമ്പന്നായ കൊല്ലിച്ച തോട്ടങ്ങളിലും ഭൂമി അളച്ച തോട്ടം തീരണേ മുട്ടയടച്ച തോട്ടങ്ങളിലും നല്ലത് പ്രത്യേക നന്മയുണ്ടാകണ അഴകുമായി. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ ദേവി മൂർത്തി ക്ഷേത്രം വീണ്ടും വിവാദത്തിൽ. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആശ്രയമായ കൊല്ലമ്പുഴ ദേവി മൂർത്തി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് ചില വ്യക്തികൾ തടസ്സം നൽകുന്നത്. ഈ കൊല്ലമ്പുഴ ക്ഷേത്രത്തിനെ വെച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾ എൻ്റെ അച്ഛൻ്റെ കൈപിടിച്ച് ഞാൻ ഇവിടെ വന്നിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രം പുരോഗമിക്കണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്ഷേത്രം പൊളിച്ചിട്ടപ്പോൾ തന്നെ നമ്മുടെയൊക്കെ വിഷമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ സമയമായതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ പണിയാത്തതുകൊണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് കേസ് വഴക്കൊക്കായി ഈ അമ്പലം അടച്ചിട്ടൊരു ഇത് വന്നപ്പോൾ ദേവിയെ കാണാൻ കഴിയാൻ പറ്റാത്തൊരു സങ്കടം വരെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ മാറി, കേസിൽ മാറി വീണ്ടും ക്ഷേത്രം പണിയാനായിട്ടുള്ള ഇത് വരുമ്പോൾ വീണ്ടും ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ ഈ ക്ഷേത്രം ഇവിടെ വരരുതെന്നുള്ള രീതിയിൽ തിരിച്ചു വരുന്ന ഒരു ഇതാണ് ഇവിടെ വന്നപ്പോൾ കേൾക്കാൻ പറ്റിയത്. ഒരിക്കലും ഈ ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്കും ഐശ്വര്യവും സമൃദ്ധിയും വരണമെന്നുള്ള അവർക്കത് മനസ്സിലാക്കാനുള്ള ശകലമെങ്കിലും ഇതുണ്ടെങ്കിൽ അത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ശാർക്കര ക്ഷേത്രത്തിൻ്റെ അതേ കണക്ക് ദേവിയുടെ ഒരു ഐശ്വര്യം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് കൊല്ലമ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്തിരിക്കുന്ന കൊല്ലമ്പുഴ ക്ഷേത്രം ഇതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഇതിലുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഒരു റോഡും കൂടെ വന്നപ്പോഴാണ് മെയിനായിട്ട് ഇപ്പോൾ പഴയ ആൾക്കാർ എല്ലാവരും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രം ഇപ്പോൾ അവരെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളത് ഇത് അങ്ങനെയൊന്നുമല്ല. ഇതൊരു ക്ഷേത്രം നല്ലൊരു രീതി വന്നാൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും നല്ലത് വരുമെന്നാണ് എന്നെ കണക്ക് തന്നെയാണ്. ഞാനും ഈ അമ്പലത്തിലെ ദൈവഭക്തനാണ്. എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. ഇവിടെ തൊഴുതിട്ടേ പോകാറുള്ളൂ. വിളി കേൾക്കുന്ന ദേവിയാണ്. പണ്ടേ ഈ അമ്പലത്തിൽ വരണയാണ്. ഇപ്പോഴാണ് കേസായ വഴക്കായെന്ന് പറയുന്നത്. കുറേ ആളുകൊണ്ട് അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ ഇപ്പോൾ അമ്പലമൊക്കെ പുരോഗമിച്ച് വരണമെന്നാണ് നമ്മളെയൊക്കെ ആഗ്രഹം. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത്രയെങ്കിലും വർഷം കൊണ്ട് നമ്മളിവിടെ വരണയാണ്. അതിനെക്കൊണ്ട് അമ്പലം പുരോഗമിക്കണമെന്നാണ് നമ്മളെ ഇത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ അറിയണം ഇവിടെ അമ്പലമൊക്കെ അടച്ചിട്ടിരുന്നെന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കണമെന്നും ഒക്കെ കേസും വഴക്കും ഒക്കെ ആണെന്ന് പറയാം. അതിനെക്കൊണ്ട് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു വിഷമം. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാളുകൊണ്ട് നമ്മൾ ഈ അമ്പലത്തിൽ വരണതാണ്. നല്ല വിളിച്ചാൽ വിളിയേക്കുന്ന അമ്പലമാണ്. ഇഷ്ടംപോലെ അന്യനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ജനങ്ങൾ വരണതാണ്. അതിനെക്കൊണ്ട് നമുക്കതൊരു വിഷമമാണ്. ഈ അമ്പലം പുരോഗമിക്കണം, എല്ലാവരും സഹകരിക്കണം എന്നൊക്കെയാണ്. നമ്മുടെ ഈ കൊല്ലമ്പുഴ മൂർത്തികടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും തന്നെ. നമ്മുടെ ഇവിടെ അമ്പലം പൊളിച്ച് പണിയാൻ വേണ്ടി ദേവീക്ഷേത്രം പൊളിച്ചിട്ടിട്ട് തന്നെ 5-6 വർഷമായി. ഇവിടെ അത് പണിയാൻ വേണ്ടി ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ സമ്മതിക്കാതെ കുറേ നാളുകൊണ്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊതുജനങ്ങളായ നമ്മൾ കുട്ടിക്കാലം പോലും ഇവിടെ വരുന്നൊരു അമ്പലമാണ് നമ്മൾ. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇത് അമ്പലം ഒന്ന് പണിഞ്ഞ് നമുക്ക് വന്ന് തൊഴുവാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണം എന്നാണ് ഇപ്പോൾ നമുക്ക് പൊതുജനങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയാൽ മാത്രമേ ഈ അമ്പലത്തിനൊരു ഇനിയും പുരോഗമനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമിച്ച് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ നടത്താനും. അടുത്തുള്ളൊരു ശശി എന്ന് പറഞ്ഞൊരാളും പിന്നെ ബാങ്കിൽ നിന്ന് റിട്ടയർഡായ ഒരാളും ഉണ്ട്. ഇവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അമ്പലം പണിയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് JCB തടഞ്ഞിടകലും അതിൻ്റെ അടിയിൽ കയറി കിടക്കലും ഇതൊക്കെയാണ് ഇവരുടെ ഉള്ള പരിപാടികൾ. പല ലേഡികളും അതുവരുമായിട്ടൊക്കെ പലരും വന്നിവിടെ പ്രശ്നങ്ങൾ ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ വരുന്നവരെ ചീത്ത വിളിക്കുന്നതും ഇവിടെ കയറി കഞ്ഞി വെച്ച് കുടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നു, ഒരുപാട് നേരത്തെ കൂട്ടിയൊക്കെ. പക്ഷേ ഇതിപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി ഇത് അമ്പലം ഒന്ന് എല്ലാവരും വിചാരിച്ചൊന്ന് തുറന്ന് തന്നുമ്പോൾ നമുക്ക് തൊഴുവാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണം എന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ജനങ്ങൾക്ക് മൊത്തം ഇതാണ് പറയാനുള്ളത്. പക്ഷേ ഇതിപ്പോൾ അവരുടെ ഈ കുടുംബക്കാരെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് വന്നിട്ട് അവരുടേതാണ് അമ്പലമെന്നും പറഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം കൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഇവരെ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ. ബിജുവിനെ മാത്രമേ നമ്മളിവിടെ ഈ അമ്പലത്തിൽ കണ്ടിട്ടുള്ളൂ. ബിജുവിൻ്റെ അച്ഛനുള്ള കാലം മുതലേ നമ്മളിവിടെ വരാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴിപ്പോൾ പുതിയ കുറേ ആൾക്കാർ അമ്പലത്തിൻ്റെ വരുമാനം മോഹിച്ച് കുറച്ച് പേരൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. അതൊക്കെ ആരാണെന്നും എന്താണെന്നും നമുക്കറിയത്തില്ല. ഇവിടെ അയൽവക്കത്ത് താമസമുള്ളവരും അല്ലാതെ പുറത്തുനിന്നും കുറേ പേരൊക്കെ വരുന്നവർക്കാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്നത്.
അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഈ അമ്പലം വീണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.